ഇന്നിപ്പോൾ രാവിലെ മുതൽ പിന്നെ എൻ്റെ പേരിൽ ചില വാർത്തകൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് CPM സൈബർ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പിന്നെ ഒരു വസ്തുതയും ഇല്ലാത്ത വാർത്തകൾ നിരന്തരമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഇന്ന് പിന്നെ രാവിലെ മുതൽ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്. ആൾ അപ്പം അച്ഛനുണ്ട്, വൈഫുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം വിഷു ആയതുകൊണ്ട് പിന്നെ ഇന്നലെ ആദ്യത്തെ വിഷുവായ ദിവസം പിന്നെ ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പം വിഷുവിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പടക്കം ഉപയോഗിക്കുന്ന സമയത്ത്, പടക്കം പൊട്ടിക്കുന്ന സമയത്ത് അതിൽ ചെറിയൊരു അപകടം പറ്റി. എൻ്റെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടിൽ പിന്നെ എല്ലാ കുട്ടികളും പിന്നെ അച്ഛനും ഭാര്യയും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സും ചുറ്റുവട്ടത്തിലെ ആളുകളും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികളും ഞാനും എല്ലാം കൂടി ഇരുന്ന് പടക്കം പൊട്ടിക്കുന്ന സമയത്തായിരുന്നു നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ അപകടം ഉണ്ടായി. എനിക്ക് ചെറിയ പരിക്ക് എൻ്റെ കൈക്ക് പറ്റി. അപ്പം കൈയുടെ 2 വിരലും അതുപോലെ തന്നെ പടക്കത്തിൻ്റെ ചില ചീള് തെറിച്ചിട്ട് ഉള്ളം കൈക്കും അത്യാവശ്യം സാരമായ പരിക്കുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഇവിടുന്ന് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വടകര സഹകരണ ആശുപത്രിയിലേക്ക് പിന്നെ കൊണ്ടുപോവുകയും അപ്പോൾ കൈയുടെ ചൂണ്ട് വിരലിനും പിന്നെ നടുവിലുള്ള 2 വിരലിൻ്റെ അറ്റത്ത് പിന്നെ ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കൈയുടെ ഉള്ളം കൈയിൽ പറഞ്ഞ പോലെ ഈ വെടിമരുന്നിൻ്റെ ഈ പടക്കം പൊട്ടുന്നതിൻ്റെ ഒരു പ്രഷറിൽ വെടിമരുന്ന് കയറി അതിന് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വന്നിട്ട് അവിടെയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഭക്ഷണം കഴിച്ച ഉടനെ ആയതുകൊണ്ട് ആദ്യം പിന്നെ ഈ സെഡേഷൻ നടത്തി അത് ക്ലീൻ ചെയ്ത് പിന്നെ ചെയ്യാൻ നോക്കി. പക്ഷേ അത് വേണ്ട രൂപത്തിലായില്ല. 9 മണിക്ക് വടകര സഹകരണ ആശുപത്രി തന്നെയാണ്, എൻ്റെ വീട്ടിൻ്റെ തൊട്ട് താഴെയാണ്. അവിടെ നിന്ന് അതിൻ്റെ ബാക്കിയുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റ് നടത്തി. പിന്നെ നടുവിരലിന് ചെറിയൊരു പിന്നെ മാംസം ചെറുതായിട്ട് ഇതായതുകൊണ്ട് തുന്നലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഇന്നലെ അവിടെ അഡ്മിറ്റായിരുന്നു. ഇന്നിപ്പോൾ ഞാനത് ഇന്നിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇപ്പോൾ ഡിസ്ചാർജായി ഞാനിപ്പോൾ വീട്ടിലേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പം ഈ ബോംബ് നിർമ്മാണത്തിനിടെ ഞാൻ KK രമയുടെ നേരത്തെ MLA PA ആയിരുന്നു. RMPയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മിറ്റി അംഗം കൂടിയാണ്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് നിലവിൽ. അപ്പോൾ അതിനിടയിൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ ഗൾഫിലാണ്. ഇതിൻ്റെ ഇടയിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പാണ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നത്. അപ്പം എനിക്ക് വളരെ വൈകാണ്ട് പോവുകയും ചെയ്യേണ്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഫാമിലി അംഗങ്ങൾ എല്ലാ ആളുകളും നമ്മൾ പലരും ജോലി കാരണം ഏട്ടന്മാരൊന്നും പലപ്പോഴും സ്ഥലത്തില്ലാത്തതാണ്. ഇത്തരം ചില ആഘോഷങ്ങൾ വരുമ്പോഴാണ് ഞങ്ങളെല്ലാ ആളുകളും ഒത്തുചേരുകയും നമ്മളെല്ലാം വീട്ടിൽ ചെയ്യുന്ന പോലെ കൂടിച്ചേരുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ എൻ്റെ അശ്രദ്ധ കൊണ്ട് നിർഭാഗ്യവശാൽ സംഭവിച്ചൊരു അപകടമാണ് ഇന്നലെ വീട്ടിൽ വെച്ച്. അതിന് പക്ഷേ വ്യാപകമായി ഇന്ന് CPMൻ്റെ സൈബർ ഹാൻഡിലുകൾ, അതുപോലെ തന്നെ CPMൻ്റെ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ബോംബ് നിർമ്മാണത്തിനിടെ സംഭവിച്ച അപകടമാണ്, ബോംബ് നിർമ്മിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അക്രമം നടത്താൻ വേണ്ടിയിട്ട് ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരർത്ഥവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു വസ്തുതയ്ക്ക് നിരക്കാത്ത രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതുണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നൊരു ഇലക്ഷൻ കഴിഞ്ഞ് ആ ഒരു ഫേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം വരുന്ന മെയ് 4-ന് ഇലക്ഷൻ റിസൾട്ട് വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു വസ്തുതയും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഇത് ഒരു പൊതുവിൽ അതിനോടുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ നമ്മളെ ഭാഗത്തുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ നടത്തും. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തർക്കങ്ങളുണ്ടാവും. നാട്ടിൽ അനാവശ്യമായൊരു സംഘർഷാവസ്ഥ ഒരു ഇലക്ഷൻ ഫേസിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ബോധപൂർവമായ ശ്രമം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ വീടുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം CPIMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള സുഹൃത്തുക്കളുണ്ട്. ഇവരിൽ പലരും എന്നെ ഹോസ്പിറ്റലിൽ വന്ന് കാണുകയും കാര്യങ്ങൾ വളരെ സൗഹാർദ്ദത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പോവുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്തോ ഇതിൻ്റെ പരിസരത്തോ ഇവിടെ നിൽക്കുന്ന CPM ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പോലും ഈ പറയുന്നൊരു അഭിപ്രായം ഉണ്ടാവില്ല. കാരണം അവരൊക്കെ ഇന്ന് രാവിലെയും ഞങ്ങളിലിരുന്ന് വളരെ സൗഹാർദ്ദമായി ഞാൻ എൻ്റെ ICU വാർഡിലേക്ക് മാറ്റിയ സമയത്ത് ഞങ്ങളിരുന്ന് വളരെ സൗഹാർദ്ദത്തോടുകൂടി സംസാരിച്ച് വന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഒരു വസ്തുതയും ഇല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇത് ആളുകൾ മനസ്സിലാക്കണം. ഇനിയും ഇത് തുടരുന്നതാണെങ്കിൽ ഇതിൻ്റെ മറ്റ് നിയമ നടപടികളായിട്ട് പോകേണ്ടി വരും. അതിപ്പം വ്യക്തിപരമായി എൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്നൊരു ഫേസിലായതുകൊണ്ട് തന്നെ അനാവശ്യമായ കൺഫ്യൂഷൻ ആളുകൾക്കിടയിൽ ഉണ്ടാക്കും. അത് തുടർ സംഘർഷങ്ങൾക്കുള്ള സാധ്യതകളുണ്ടാക്കും. അതിനനുവദിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും പറ്റില്ല.
അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ആളുകൾ അവരോടുള്ള പിന്നെ വ്യക്തിപരവും എനിക്ക് പരിചയമുള്ള ആളുകളും ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്, എന്നെ അറിയുന്ന ആളുകളും ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം ആളുകളൊക്കെ എനിക്കും അറിയാം. അത്തരം ആളുകൾ ഈ ഒരു തെറ്റായ നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അത് നമ്മുടെ നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല എങ്കിൽ തുടർന്നുള്ള നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകേണ്ടി വരും. അതിനിപ്പം നിലവിൽ വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മളൊരു നാടിൻ്റെ നന്മക്ക് കയറി ചിലപ്പോൾ എനിക്ക് ചെയ്യേണ്ടി വരും. ഇത് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്, ഈ വരുന്ന സോഷ്യൽ മീഡിയ ക്ലിപ്പുകൾ അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ആളുകൾ പിന്മാറണം. ഇതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർ ആ തെറ്റിദ്ധാരണ തിരുത്തണം എന്നത് മാത്രം പറഞ്ഞ് ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും വളരെ സ്നേഹം. കട്ടിയട്ടെ. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ട്, ആരും എവിടെയും പോയിട്ടില്ല. അച്ഛനാണിത്, പഹന്മാരാണ്. ഞങ്ങളിങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിരിയുന്ന അവസരമാണ്. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലും പോയി വന്നതാണ്. അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ പറഞ്ഞ പോലെ